ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഒരു പഴയകാല ഐറ്റമാണ് കേട്ടോ, എന്നാലും ഇപ്പോഴും ട്രെൻഡിങ് റെസിപ്പിയായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നോമ്പ് കാലത്തൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. ഇനി അതിനാവശ്യമായ മാവ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ, പക്ഷേ മൈദ ചേർക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ്. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ, ഒന്നിച്ച് വയ്ക്കാൻ പാടില്ല. അങ്ങനെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇത് ഇവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. അടുത്തതായി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയ 5 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുന്നത് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഇതാണ് ഈ ഫില്ലിങ്ങിന് ടേസ്റ്റ് കൂടുതൽ. ഇത്രയും വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് ആവശ്യം ചിക്കനാണ്. ഞാനിവിടെ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. മല്ലിയിലയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഫില്ലിങ് റെഡിയായി. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി അടുത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ പൊടിയിട്ട് നല്ലതുപോലെ പരത്തിയെടുക്കാം. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മസാല വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ടർ വെച്ചോ കത്തി വെച്ചോ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ കട്ടർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനാക്കിയ ബോൾസ് കുറച്ച് വലുതായത് കൊണ്ടാണ് ഇത്ര വലിയ റൗണ്ട് ആക്കേണ്ടി വന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒറ്റ മടക്കിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കത്തി കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് സൈഡൊക്കെ നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഫ്രീസറിൽ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഇറച്ചിപ്പത്തിരി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.